ദയാദുർഗ. രചന നിമ സുരേഷ്. അവതരണം അപര. ദയ കുളിച്ചിറങ്ങുമ്പോൾ അവൾക്കായി കയ്യിലൊരു കപ്പ് കാപ്പിയും പിടിച്ച് ശ്രീറാം നിൽപ്പുണ്ടായിരുന്നു. ആകാശനീല നിറത്തിലുള്ള കുർത്തയും വെള്ള പലാസ പാൻറ്റുമായിരുന്നു അവളുടെ വേഷം. ഗോപുവിൻ്റെ ഇഷ്ടപ്രകാരം വാങ്ങിയതാണ്. അവൾക്ക് നന്നായി ഇണങ്ങുന്നുണ്ട്. ആൾ തികച്ചും മാറിയിരിക്കുന്നു. ആദ്യമായി ദയയെ കാണുന്ന പോലെ നോക്കി നിന്നു ശ്രീറാം. എന്നാൽ ധരിച്ച വേഷം അവൾക്കൊട്ടും തൃപ്തികരമായിട്ടില്ല എന്ന മുഖം കണ്ടാലറിയാം. ഇഷ്ടക്കേടോടെ ചുണ്ടൊക്കെ ചുളുങ്ങിയിട്ടുണ്ട്. ഇടയ്ക്കിടെ ജാള്യതയോടെ കുർത്തിയുടെ മുൻവശം പിടിച്ച് താഴ്ത്തുന്നുണ്ട്. അതുപോലെ കാലുകൾ നിവർത്തി കുടയുന്നുമുണ്ട്. ചിരി വന്നുപോയി ശ്രീറാമിന്. പക്ഷെ അവൻ പിടിച്ചു നിന്നു. ചിരിച്ചാൽ താൻ പരിഹസിക്കുകയാണെന്ന് അവൾക്ക് തോന്നിയാലോ? അല്ലെങ്കിലേ അപകർഷതാബോധം അവളുണ്ട്. ഇങ്ങനെ അസ്വസ്ഥയാകേണ്ടടോ, കുഴപ്പമൊന്നുമില്ല, നല്ല ഭംഗിയുണ്ട് കാണാൻ, ശ്രീറാം അവളെ നോക്കി പറഞ്ഞു. ദയ മറുപടി പറയാതെ വീണ്ടും സ്വയം ഒന്ന് നോക്കി വിലയിരുത്തി. ദാ തൻ്റെ കാപ്പി, കുടിക്ക്, ഒന്ന് ഉഷാറാകട്ടെ. കയ്യിലുള്ള കപ്പ് ശ്രീറാം ദയയ്ക്കായി നീട്ടി. ഞാൻ താഴെ പോയി എടുത്ത് കുടിച്ചോളാം. ഇനി ഇതും കൊണ്ട് ഞാൻ താഴേക്ക് പോകണോ? അവൻ്റെ ശബ്ദം അല്പം കടുത്തപ്പോൾ ദയ ഭയപ്പെട്ടു പോയി. ധൃതിയിൽ ചെന്ന് ശ്രീറാമിനടുക്കൽ നിന്നും കാപ്പി വാങ്ങി അവൾ ചുണ്ടോട് ചേർത്തു. ഇടയ്ക്ക് അവനെ ഒന്ന് ഒളിക്കണ്ണെറിഞ്ഞ് നോക്കാനും മറന്നില്ല. മര്യാദയുടെ ഭാഷ പിടിക്കില്ല അവൾക്ക്. ശ്രീറാം നന്നേ നേർത്ത് ചിരിയോടെ പിറുപിറുത്തു. ദയ അവനെ സൂക്ഷിച്ച് നോക്കുകയുണ്ടായി. പക്ഷേ ശ്രീറാം പറഞ്ഞതെന്താണെന്ന് അവൾക്ക് മനസ്സിലായില്ല. തന്നോടുള്ള നീരസമാണോ? വഴക്ക് പറഞ്ഞതായിരിക്കുമോ? തുടങ്ങി ഒരുപാട് ചോദ്യങ്ങൾ വേട്ടയാടി. മനസമാധാനമില്ലാതെ അവൾ വിറച്ചുകൊണ്ട് ശ്രീറാമിനെ നോക്കി ചോദിച്ചു. എന്താ പറഞ്ഞേ? ആര്? ചോദ്യം മനസ്സിലായെങ്കിലും ഒന്നും അറിയാത്ത ഭാവത്തിൽ ചോദിച്ചു. ദയ വീണ്ടും കുഴുങ്ങി. ഇയാളെ എന്ത് വിളിക്കും? നിങ്ങളെന്ന് പറയാൻ പറ്റുമോ? സാറെന്ന് വിളിച്ചാലോ? അതിഷ്ടപ്പെടുമോ? ദേഷ്യാവോ? പരിഭ്രമത്തോടെ നിൽക്കുന്ന ദയയെ കാണി ശ്രീറാമിന് നെറ്റി ചുളിഞ്ഞു. ആരെന്ത് പറഞ്ഞു എന്ന് ദുർഗ? അവൻ ഉച്ചത്തിൽ ചോദ്യം ഒന്നുകൂടി ആവർത്തിച്ചു. ദയ തല മുന്നോട്ടാക്കി കണ്ണുകൊണ്ട് ശ്രീറാമിനെയാണ് ഉദ്ദേശിച്ചതെന്ന് പറയാതെ പറഞ്ഞു. അവളുടെ പ്രവൃത്തി കണ്ട് ചിരിക്കാതിരിക്കാൻ പാടുപെടുകയായിരുന്നു ശ്രീറാം. ദയയുടെ മുഖത്ത് നിറയുന്ന പരിഭ്രമവും സങ്കോചവുമെല്ലാം ആസ്വദിച്ച് കണ്ടു നിന്നു അവൻ. എല്ലാം മനസ്സിലാക്കിയിട്ടും ഒന്നും അറിയാത്ത ഭാവം നടിച്ച് ശ്രീറാം നിഷ്കളങ്കമായി അവളെ വീണ്ടും ചുറ്റിക്കാൻ തുടങ്ങി. എന്താ താനീ പറയണത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ദയ ആകെ വലഞ്ഞുപോയി. ഒടുക്കം എപ്പോഴത്തെയും പോലെ ഒന്നുമില്ലെന്ന് പറഞ്ഞവൾ ശ്രീറാമിൻ്റെ ചോദ്യങ്ങളിൽ നിന്നും തലയൂരി. തൻ്റെ റൂമിൽ നിന്നും എത്രയൊക്കെ എത്തി നോക്കിയിട്ടും ദയയെ കാണാതെ വന്നപ്പോൾ ശ്രീറാം തനിക്ക് മുന്നിലെ ലാപ്പ് അടച്ചു വെച്ച് അവളുടെ മുറിയിലേക്ക് നടന്നു. ഉച്ചഭക്ഷണം കഴിഞ്ഞതിന് ശേഷം ആളെ ഒന്ന് കാണാൻ കിട്ടിയിട്ടില്ല. കൈവെള്ളയിൽ എന്ന പോൽ കൊണ്ടു നടക്കുകയായിരുന്നു ഗോപു അവളെ. ഒറ്റയ്ക്ക് വിടാതെ ഓരോന്നൊക്കെ പറഞ്ഞും ചോദിച്ചും ദുർഗയ്ക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നു. സന്ധ്യയായപ്പോൾ താൻ പിടിച്ചു കൊണ്ടുപോയി പഠിക്കാനിരുത്തി ഗോപുവിനെ. ഒരാഴ്ച കഴിഞ്ഞാൽ എക്സാമാണ് അവൾക്ക്. അതിൻ്റെ യാതൊരു ബോധവുമില്ല. നെടുവീർപ്പോടെ ശ്രീറാം ദയയുടെ മുറിവാതിൽക്കലെത്തി അകത്തേക്ക് തലയിട്ട് നോക്കി. അവളെ അവിടെ ഒന്നും കാണാതെ വന്നപ്പോൾ ധൃതിയിൽ താഴേക്കിറങ്ങി. അടുക്കളയിൽ നോക്കിയപ്പോൾ ശാന്തിയാക്ക മാത്രമേ ഉള്ളൂ. അവർ തിരക്കിട്ട ജോലിയിലാണ്. അവനൊന്നും മിണ്ടാതെ ഉമ്മറത്തേക്ക് നടന്നു. മുറ്റത്തിറങ്ങി ഗാർഡൻ ഏരിയയിലും നോട്ടം പായിച്ച് തിരികെ നടക്കാനൊരുങ്ങവേ കണ്ണുകൾ ടെറസിലേക്ക് നീണ്ടു. അവിടെ കാൽമുട്ടുകളിൽ തല ചായ്ച്ച് ഏതോ ലോകത്തെന്നപ്പോൾ ദയ ഇരിപ്പുണ്ടായിരുന്നു. ടെറസിലെ പാരപ്പറ്റിന് ഉയരം വളരെ കുറവായതുകൊണ്ട് ശരണിനെയും ഗോപുവിനെയും പോലും അങ്ങോട്ട് കയറാൻ സമ്മതിക്കാറില്ല. സ്ഥിരമായി കയറുന്നത് ശാന്തിയക്ക മാത്രമാണ്. കയറരുതെന്ന് എത്ര വിലക്കിയാലും ചെടികൾ നടാനും നനയ്ക്കാനും ഒക്കെയെന്ന് ന്യായം പറഞ്ഞവർ തൻ്റെ കണ്ണ് വെട്ടിച്ച് കയറിപ്പോകും. ശ്രീറാം വെപ്രാളം പൂണ്ട് തിരികെ വീട്ടിലേക്ക് ഓടിക്കയറി ടെറസിലേക്ക് കുതിച്ചു. ദുർഗ! അതൊരലർച്ചയായിരുന്നു. ദയ ഉടലോടെ വിറച്ചുപോയി. ഞെട്ടിപ്പിടന്ന് എഴുന്നേൽക്കാൻ ഒരുങ്ങും മുമ്പേ ശ്രീറാം വന്നവളെ പിടിച്ചു വലിച്ചെഴുന്നേൽപ്പിച്ച് പിന്നിലേക്കാക്കിയിരുന്നു. താഴെ എവിടെ ഇരിക്കാൻ സ്ഥലമില്ലായിട്ടാണോ നീ ഈ ഇരുട്ടിൽ ഇവിടെ വന്നിരിക്കുന്നത്? കാലൊന്ന് തെറ്റി താഴെ കിടക്കേണ്ടി വരും. ഇത്രയും ശ്രദ്ധയില്ലേ നിനക്ക്? ഇനി ഈ പരിസരത്തെങ്ങനെ നിന്നെ കണ്ട നോക്കിക്കോ. വാ ഇങ്ങോട്ട്. ദേഷ്യത്തോടെ ദയയ്ക്ക് നേരെ ചൂണ്ടുവിരലുയർത്തി താക്കീത് നൽകിയവൻ അവളെയും വലിച്ച് താഴേക്കിറങ്ങി. ഞാൻ വെറുതെ ആകാശം കാണാൻ, പിന്നെ ഇവിടെ കുറേ മുല്ലപ്പൂക്കളും കണ്ടപ്പോൾ ഇനി പോവില്ല,
വാക്കുകൾ കൂട്ടിപ്പെറുക്കി പറഞ്ഞവസാനിക്കുമ്പോഴേക്കും അവളുടെ കണ്ണുകൾ പെയ്തു തുടങ്ങിയിരുന്നു. അവനാകെ വിഷമം തോന്നിപ്പോയി. അറിയാതെയല്ലേ, പാവം, വഴക്ക് പറയേണ്ടിയിരുന്നില്ല. തല താഴ്ത്തി വിതുമ്പുന്ന പെണ്ണിനെ കാണി അവൻ്റെ ഹൃദയത്തിലും നോവ് നിറഞ്ഞു. ചൂണ്ടുവിരലാൽ നെറ്റിയൊന്ന് തടവി ശ്രീറാം ദയയ്ക്ക് മുന്നിൽ ചെന്ന് നിന്നു. ദുർഗ, പെട്ടെന്ന് തന്നെ കാണാതെ വന്നപ്പോൾ ഞാൻ ആകെ ടെൻഷനായിപ്പോയി. അതിനിടയിൽ താൻ ടെറസിലിരിക്കുന്നത് കൂടെ കണ്ടപ്പോൾ ഐ ആം സോറി, റിയലി സോറി. മുഖം കുനിച്ച് വളരെ താഴ്മയോടെ ദയയുടെ ചെവിക്കരികിൽ അവൻ മുഴിഞ്ഞു. അവൾ മിഴികളുയർത്തി അവൾ അവനെ നോക്കി. ആ നീളമേറിയ ഉരുണ്ട മിഴിയിമകളിൽ നിറയെ കണ്ണീർ തളം കിട്ടിയിരുന്നു. താൻ കണ്ടില്ലേ, ടെറസിലെ റൈലിങ്ങിന് ഹൈറ്റ് വളരെ കുറവാണ്. പോരാത്തതിന് നിറയെ ചെടികളും. ഇരുട്ടിൽ വല്ലതും തട്ടിത്തടഞ്ഞ് വീണാലോ? പേടിച്ചു പോയി ഞാൻ. ഇനി ഒറ്റയ്ക്ക് അവിടേക്ക് പോകരുത്. അവിടെ ഇരുന്ന് ആകാശം കാണണമെന്ന് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോകാം. പിന്നെ മുല്ലപ്പൂക്കൾ, അതിനും പരിഹാരം കാണാം. നാളെ രാവിലെ തന്നെ ശാന്തിയക്കയോട് പറഞ്ഞ് ആ ചെടിച്ചട്ടികളൊക്കെ താഴെ എത്തിക്കാം, പോരെ? അവളെ സമാധാനിപ്പിക്കാൻ എന്നോണം ചോദിച്ചു ശ്രീറാം. വേണ്ട, ഞാൻ ഇനി പോവില്ല. ദയ വിതുമ്പി. ശബ്ദം പുറത്തേക്ക് പ്രവഹിക്കാതിരിക്കാനായി വലത് കൈവെള്ളയാൽ വായും മൂക്കും പൊത്തിപ്പിടിച്ചു. ശ്രീറാം ദയയെ തന്നെ നോക്കി നിന്നു കുറച്ചു നേരം. അവളൊരു കുഞ്ഞാണെന്ന് തോന്നിപ്പോയി അവന്. ഒട്ടും പക്വത കൈവരിക്കാത്ത, ആരെങ്കിലും ഒന്ന് ദേഷ്യപ്പെട്ടാൽ ഒട്ടും വാശിയില്ലാതെ, വിദ്വേഷമില്ലാതെ, തീർത്തും നിഷ്കളങ്കമായി വിതുമ്പിക്കരയുന്ന കുഞ്ഞു പെണ്ണ്. പൊടുന്നനെ ദയയുടെ കയ്യിൽ കൈകോർത്ത് ശ്രീറാം ടെറസിലേക്ക് തന്നെ നടന്നു. വളരെ അനുസരണയോടെ അവൾ അവനെ അനുഗമിച്ചു. നന്നേ സൂക്ഷിച്ച് ദയയെ ഒരരികിലേക്കിരുത്തി അവൾക്ക് എതിർവശത്തായി ശ്രീറാമും ഇരുന്നു. പോരെ, ഇനി ആ കണ്ണു തുടക്കെ. ഇരുട്ടിൽ അവ്യക്തമായി തെളിയുന്ന ശ്രീറാമിൻ്റെ മുഖത്തേക്ക് അമ്പരപ്പോടെ നോക്കിയിരുന്നു ദയ. തനിക്ക് വേണ്ടിയാണോ? അവൾ 100,000 ആവർത്തി മനസ്സിൽ ചോദിച്ചു. ആദ്യമായി തൻ്റെ ആഗ്രഹങ്ങൾക്ക് മറ്റൊരാൾ പരിഗണന നൽകിയതിൻ്റെ അതിശയമായിരുന്നു അവളിൽ. അതും അവൾക്ക് ഈ ഭൂമിയിൽ ആരുമല്ലാത്തൊരുവൻ. ദയയുടെ നോട്ടം കണ്ട് ശ്രീറാം തൻ്റെ മിഴികൾ കുറുക്കി. അവളുടെ കവിളിനെ ചുംബിച്ചിറങ്ങുന്ന മിഴിനീർ തുള്ളികളെ തുടച്ചു കൊടുത്തവൻ ഹൃദ്യമായി പുഞ്ചിരിച്ചു. അവൻ്റെ കണ്ണിലെ ഇളം കാപ്പി നിറമാർന്ന നേത്രഗോളങ്ങൾക്ക് വല്ലാത്ത വശ്യതയുണ്ടെന്ന് തോന്നി ദയയ്ക്ക്. പുഞ്ചിരിക്കുമ്പോൾ വിടരുന്ന ചുണ്ടുകൾക്കും വല്ലാത്ത അഴകാണ്. ഒരുപക്ഷെ ആ മനസ്സിൻ്റെ സൗന്ദര്യമാകാം മുഖത്ത് പ്രതിഫലിക്കുന്നത്. തനിക്ക് ചുറ്റുമുള്ള മനുഷ്യരിൽ ഏറ്റവും മനോഹരമായ മനസ്സിനുടമയാണിയാൾ. എന്താ ദുർഗ, എന്നെ ആദ്യമായിട്ട് കാണുവാണോ താൻ? അവൻ്റെ മുഖത്തു നിന്നും കണ്ണെടുക്കാതെ തന്നെ ദയ അല്ലെന്ന് തലയാട്ടി. പിന്നെ ചോദിക്കവേ ശ്രീറാം ഒന്ന് മന്ദഹസിച്ചു. കഴുത്തൊപ്പം എത്തി നിൽക്കുന്ന അവൻ്റെ നീളൻ മുടിയിഴകൾ രാക്കാറ്റിൽ പാറി പറക്കുന്നതവൾ കൗതുകമുണർത്തവേ തൻ്റെ വിരലുകളാൽ അവയൊന്ന് മാടിയൊതുക്കാൻ അവൾക്കുള്ളം വെമ്പി. എൻ്റെ മുഖത്തല്ല ആകാശം, ദൂ അവിടെയാ. ശ്രീറാം മുകളിലേക്ക് നോക്കി കൈ ചൂണ്ടി. അല്ല. ദയയുടെ മറുപടിയും ഉടൻ വന്നു. അവനൊന്ന് സംശയിച്ചു. പിന്നീട് ചിരിയോടെ ചോദിച്ചു, എന്താ എൻ്റെ മുഖത്താണോ ആകാശം? എന്താ എൻ്റെ മുഖത്താണോ ആകാശം? മറുപടിയായി ദയൊന്ന് മൂളി. പിന്നീട് കൈവിരലുകളാൽ അവൻ്റെ ഇരുമിഴികളും ഒന്ന് സ്പർശിച്ചു. തിളങ്ങുന്ന 2 നക്ഷത്രങ്ങൾ. അവൾ വളരെ പതുക്കെ മുഴിഞ്ഞു. ശ്രീറാം അത്ഭുതത്തോടെ നോക്കിപ്പോയി അവളെ. ദയയുടെ ഇത്തരമൊരു ഇടപെടൽ അവനെ വല്ലാതെ ആശ്ചര്യപ്പെടുത്തിയിരുന്നു. അല്പനേരം ഇരുവരും തമ്മിൽ നോക്കിയിരുന്നു. ഒന്നും ചോദിച്ചില്ല, ഒന്നും പറഞ്ഞില്ല. ഇരുട്ടിൽ 2 വ്യക്തികൾക്കിടയിൽ, ഇരു മനസ്സുകൾക്കിടയിൽ മൗനം മാത്രം തങ്ങി നിന്നു. നിങ്ങൾ ഇവിടെ വന്നിരിക്കുക? പിറകിൽ നിന്നും ഗോപുവിൻ്റെ ശബ്ദം കേൾക്കവേ ഇരുവരും ഞെട്ടലോടെ പിന്തിരിഞ്ഞു. ശ്രീറാം ഗോപുവിനെ നോക്കി പുഞ്ചിരിച്ചെങ്കിലും ദയയ്ക്ക് അതിന് കഴിഞ്ഞില്ല. കഴിഞ്ഞുപോയ നിമിഷങ്ങളിലെ പ്രവൃത്തിയോർക്കെ ലജ്ജയോ പരവേശമോ തുടങ്ങി എന്തൊക്കെയോ വികാരങ്ങൾ അവളെ പുതിയുകയുണ്ടായി. കഴിക്കണ്ടേ? ശാന്തിയൊക്കെ അന്വേഷിക്കണു. ദാ വരുന്നു പറഞ്ഞുകൊണ്ടവൻ എഴുന്നേറ്റ് ദയയെയും പിടിച്ചെഴുന്നേൽപ്പിച്ചു. തിരികെ നടക്കുമ്പോഴും അവൻ്റെ ഒരു കൈ ദയയുടെ ഉള്ളം കൈയെ അമർത്തി പൊതിഞ്ഞു പിടിച്ചിട്ടുണ്ടായി. ഹാളിൽ എന്തോ വലിയ ബഹളമുണ്ടായതുപോലെ തോന്നിയിട്ടാണ് ദയ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയത്. നോക്കുമ്പോൾ ശ്രീറാം കോണിപ്പടികൾ ഓടിയിറങ്ങുന്നുണ്ട്. അവന് പിന്നാലെ ദയയും നടന്നു. ഹാളിലെ സോഫയിൽ ഗോപു കിടക്കുന്നു. അവളുടെ തലയ്ക്കിലും കാൽക്കിലും നിലത്തുമായി മറ്റ് 3 പെൺകുട്ടികൾ.
എന്താ ഇവിടെ? ശ്രീറാമിൻ്റെ ഗൗരവമേറിയ ശബ്ദം കേട്ട് അവരെല്ലാവരും ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റ് അനുസരണയോടെ അതിലേറെ ബഹുമാനത്തോടെ നിന്നു. സാർ, 3 പേരും അല്പം മടിയോടെ ഒരേ ശബ്ദത്തിൽ വിളിച്ചു. യെസ്, ടെൽമി. മടക്കി കൊടുത്ത മുണ്ടൊന്ന് നിവർത്തി കുടഞ്ഞവൻ ഹാളിലെ മറ്റൊരു സോഫയിൽ ചെന്നിരുന്ന എല്ലാവരെയും നോക്കി. ഞങ്ങൾ ഗോപുവിനെ കൂട്ടിക്കൊണ്ടുപോകാനോ? ശ്രീറാം സംശയത്തോടെ പുരുകം ചുളിച്ച് മൂവരെയും നോക്കി, ഒപ്പം ഗോപുവിനെയും. അവൻ്റെ ഇന്നുവരെ ഇല്ലാത്ത ഗൗരവം കണ്ട് ഗോപു അടക്കം എല്ലാവരും അല്പം പരിഭ്രമിച്ചിരുന്നു. അത് പിന്നെ ഞങ്ങൾ ഫൈനൽ ഇയർ അല്ലേ, 4 മാസം കൂടെ അല്ലേ ഉള്ളൂ ക്ലാസ്സിന്, പിന്നെ ഇൻറ്റേൺഷിപ്പാണ്. സോ അതുവരെ ഒരുമിച്ച് സ്റ്റേ ചെയ്യാൻ ഞങ്ങളുടെ വീട്ടിലൊക്കെ സമ്മതമാണ്. കൂടെയുള്ളൊരു പെൺകുട്ടി ചാടിക്കയറി പറഞ്ഞപ്പോൾ ശ്രീറാം അവളെ ഒന്ന് കനപ്പിച്ച് നോക്കി. ഏട്ടാ, കോളേജിനടുത്തൊരു വീട് റെൻറ്റിനെടുത്തിട്ടുണ്ട്, അങ്ങോട്ട് മാറാനാണ്. ശ്രീറാമിൻ്റെ നോട്ടം കണ്ട് ഗോപു ഇടപെട്ടു. സർ, ഇങ്ങനൊരു പ്ലാൻ ഇട്ടത് തന്നെ ഇവളാണ്, എന്നിട്ടിപ്പോൾ പറയുന്നു ഇവളില്ലെന്ന്. സാറ് സമ്മതിക്കണം. നിങ്ങൾ കുഴപ്പം വല്ലതും ഉണ്ടാക്കുമോ? അവൾക്ക് സുഖമില്ലാത്തതാണ്, മെഡിസിൻസൊക്കെ ഉണ്ട്. അതൊക്കെ ഞങ്ങൾക്ക് അറിയാലോ. വി വിൽ ടേക്ക് കെയർ ഓഫ് ഹർ. ഒരു കുഴപ്പവും ഉണ്ടാക്കില്ല. ശ്രീറാം സമ്മതം മൂളിയപ്പോൾ എല്ലാവരും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. എന്നാൽ ഗോപുവിൻ്റെ മുഖം അപ്പോഴും മ്ലാനമായിരുന്നു. അവൾ ദയയെ ഒന്ന് നോക്കി. അവൾ അപ്പോഴും കാര്യങ്ങളൊന്നും വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധം എല്ലാവരെയും മാറി മാറി നോക്കി നിൽപ്പുണ്ടായിരുന്നു. വല്ല കുഴപ്പമോ ഒപ്പിച്ചെന്ന് ഞാൻ അറിഞ്ഞ അപ്പം തീരും നിങ്ങളുടെ സ്നേഹം രണ്ടുമൊക്കെ. ഓർമ്മയിലുണ്ടാവണം. ഒരേട്ടൻ്റെ അധികാരത്തോടെ അവൻ അവർക്ക് കർശനമായി താക്കീത് നൽകി. ഞാൻ പോകുന്നില്ല ഏട്ടാ. ഗോപു എടുത്തടിച്ചതുപോലെ പറഞ്ഞത് കേട്ട് എല്ലാവരും അവളെ വിഷമത്തോടെ നോക്കി. ശ്രീറാമും അവളെ ചുഴിഞ്ഞു നോക്കി. ഫ്രണ്ട്സിനപ്പുറത്തേക്ക് മറ്റൊരു ലോകമില്ലാത്തവളാണ്, പ്രത്യേകിച്ച് ഈ 3 പേർ. അവളുടെ എല്ലാം അവരാണ്. അല്പസ്വല്പം കുരുത്തക്കേടുകൾ കയ്യിലുണ്ട് 3നും. ഗോപു ഒട്ടും മോശമല്ല. എല്ലാത്തിനും തുടക്കം കുറിക്കുന്നത് അവളായിരിക്കും, ബാക്കി അവർ ഏറ്റുപിടിച്ചോളും. അത് പിന്നെ ഏട്ടാ, ദച്ചു അവൾ ഇവിടെ ഒറ്റയ്ക്ക്. ദയയെ നോക്കി ഗോപു അത് പറഞ്ഞപ്പോൾ അവിടെയുള്ള എല്ലാവരുടെയും കണ്ണുകൾ ദയയ്ക്ക് നേരെയായി. അതോർത്ത് നീ വിഷമിക്കണ്ട, ഇവിടെ ഞാനില്ലേ, പിന്നെ ശാന്തിയൊക്കെ ഉണ്ട്. എല്ലാ ഫ്രൈഡേയും ഇങ്ങ് പോന്നേക്കണം, ഓക്കെ? സോഫയിൽ നിന്ന് എഴുന്നേറ്റവൻ ഗോപുവിനെ ചേർത്ത് പിടിച്ച് വളരെ സൗമ്യമായി പറഞ്ഞപ്പോൾ മറുപടിയായി അവൾ തലയാട്ടി സമ്മതം അറിയിച്ചു. തിരികെ കോണിപ്പടി കയറാൻ ഒരുങ്ങുമ്പോഴാണ് വാതിൽക്കൽ പുഞ്ചിരിയോടെ നിൽക്കുന്ന ശരണിനെയും കൈലാസിനെയും ശ്രീറാം കാണുന്നത്. അപ്രതീക്ഷിതമായതിനാൽ അവൻ്റെ കണ്ണുകൾ മിഴിഞ്ഞുപോയി. ഇന്നലെ രാത്രിയും കൂടെ ശരണിനെ വിളിച്ചപ്പോൾ ചോദിച്ചതാണ് എപ്പോഴാണ് തിരികെ മടങ്ങുന്നതെന്ന്. ഇനിയും 1 മാസം കഴിയുമെന്നായിരുന്നു അവൻ്റെ മറുപടി. എന്താ, ഏട്ടന് മാത്രമേ സർപ്രൈസ് തരാൻ പറ്റുള്ളൂ എന്നുണ്ടോ? ശ്രീറാമിൻ്റെ ഭാവം കണ്ട് ശരൺ കളിയായി ചോദിച്ചു. ശ്രീറാം കപട ഗൗരവത്തോടെ അവൻ്റെ ചെവി പിടിച്ചു തിരിച്ചു, ഒട്ടും വേദനിപ്പിക്കാതെ. അതിലൊരുപാട് വാത്സല്യം കലർന്നിരുന്നു. അത് മനസ്സിലാക്കിയെന്നോണം അവൻ അവൻ്റെ ഏട്ടനെ മുറുകെ കെട്ടിപ്പിടിച്ചു, ഒത്തിരി സ്നേഹത്തോടെ. ഗോപുവിനെ കണ്ടെങ്കിലും അവളെ അവഗണിച്ചുകൊണ്ടവൻ ദയക്കരികിലേക്ക് പടികൾ ഓടിക്കയറി. ഒരു മാത്രം അവളെ നോക്കി ശരൺ ഇരുകയ്യാലും അവളെ എടുത്തുയർത്തി. പെട്ടെന്നായതുകൊണ്ട് ദയ ഭയപ്പെട്ടു പോയി. പേടിയോടെ അവൻ്റെ ചുമലിൽ അള്ളിപ്പിടിച്ചവൾ കണ്ണുകൾ ഇറുക്കിയടച്ചു. അത് കണ്ട് ശ്രീറാം ഒന്നും മന്ദഹസിച്ചു. ഗോപുവിൻ്റെ കൂട്ടുകാരികൾ അവളെ നോക്കി. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്തെന്നറിയാനുള്ള ആകാംക്ഷയായിരുന്നു അവരിൽ. ഒപ്പം ദയ ആരെന്നുള്ള ചോദ്യവും. സന്തോഷത്തോടെ അവളെ ഒന്ന് വട്ടം കറക്കി ശരൺ പതിയെ നിലത്ത് നിർത്തി. ഐ എം സോ ഹാപ്പി, ഇനി നമ്മൾ പൊളിക്കും തെച്ചു. ദയയുടെ കഴുത്തിലൂടെ കൈയിട്ട് ശരൺ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് കോണിപ്പടികൾ താഴേക്കിറങ്ങി. വാതിൽക്കൽ നിൽക്കുന്ന കൈലാസിലേക്ക് ദയയുടെ കണ്ണുകൾ നീണ്ടപ്പോഴാണ് ശ്രീറാമും കൈലാസിനെക്കുറിച്ച് ഓർത്തത്. നീ എന്താ അവിടെ നിൽക്കുന്നത് കിച്ചു? അകത്തേക്ക് കയറ്.